എറണാകുളം വാഴക്കുളം പാര്യത്ത് കാവ് നഗർ ഒഴിപ്പിക്കാനായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും. പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ കുഴഞ്ഞു വീണു. ഉത്തരവ് നടപ്പാക്കാതെ മടങ്ങിപ്പോവില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു. ഡെപ്യൂട്ടി കളക്ടർ വീണ്ടും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയാണ്. കഴിഞ്ഞ തവണ നടപടിക്കായി എത്തിയപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് സംഘം പിൻവാങ്ങിയിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങളുമായി. നിതിൻ, എന്താണ് സംഭവിക്കുന്നത് അവിടെ? വാഴക്കുളം പയ്യത്തുകാവ് കോളനി ഒഴിപ്പിക്കൽ നടപടിക്കായി ഇത് 7ാമത്തെ തവണയാണ് ഉദ്യോഗസ്ഥർ അഡ്വക്കേറ്റ് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ 6 തവണ ഇവിടെ എത്തിയപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെ നിന്ന് മടങ്ങേണ്ടി വന്നിരുന്നു. നേരത്തെ ഈ സ്ഥലമെടുപ്പടക്കമുള്ള നടപടി, സ്ഥലം അളക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കഴിഞ്ഞ തവണ എത്തി ഈ സംഘം നടത്തുകയും ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക കമ്മീഷനാണ് ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഇത്തവണ വീണ്ടും ഈ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തുന്നത്. അതായത് ഈ ഡെപ്യൂട്ടി കളക്ടറിന് ഈ കഴിഞ്ഞ തവണ അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഈ സ്ഥലമെടുപ്പ് വീണ്ടും ഒരു സ്ത്രീ കുഴഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും ഈ പ്രതിഷേധക്കാരിൽ ഒരു സ്ത്രീ കുഴഞ്ഞു വീഴുന്നു. നേരത്തെ ഈ സ്ഥലം അളക്കുന്ന സമയത്ത് ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ആളുകൾക്ക് സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകിയില്ല എന്ന് കാണിച്ച് ഡെപ്യൂട്ടി കളക്ടർക്ക് സമീപ പ്രദേശത്തുള്ള ആളുകൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയെ തുടർന്നാണ് ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഡെപ്യൂട്ടി കളക്ടറും ഈ അഭിഭാഷക കമ്മീഷനും ഏറെ നേരം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത്. പക്ഷേ ഈ ചർച്ചയിലും തീരുമാനമായിട്ടുള്ള ഈ ആളുകൾ പിഴിയില്ല, ഈ തങ്ങൾ നൽകിയ പരാതി പരിഗണിക്കും. അല്ലെങ്കിൽ തങ്ങൾ 40 വർഷമായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. 8 കുടുംബങ്ങളാണ്, 8 പട്ടികജാതി കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഈ സ്ഥലത്ത് നിന്ന് പോകാനാവില്ല, 40 വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി അടക്കമെത്തിയ കേസാണ്. ഇത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. അദ്ദേഹത്തിന് പക്ഷേ ഈ പട്ടയം അദ്ദേഹത്തിന് ഇതിൽ പട്ടയമില്ല എന്നാണ് അവകാശപ്പെടുന്നത്. 19 ഏക്കർ സ്ഥലത്തിൽ 2.5 ഏക്കറിലാണ് നിലവിൽ ഇവിടെ ഇത്തരത്തിൽ ഒരു പ്രശ്നം നടക്കുന്നത്. ഇവർ താമസിക്കുന്ന 2.5 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തി ഉടമസ്ഥാവകാശം ഉന്നയിച്ചതോടെയാണ് വിഷയം കോടതിയിലേക്ക് എത്തുന്നത്. തുടർന്ന് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി സുപ്രീം കോടതി ഉത്തരവ് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ 7 തവണയും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് അല്ലെങ്കിൽ ഈ അഭിഭാഷക കമ്മീഷൻ ഇവിടെ നിന്നും മടങ്ങേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ തവണ പോലീസ് ഡിവിഷൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ തടഞ്ഞത്. MLAയുടെ ഇടപെടൽ കോടതിയെ വലിയ തോതിൽ കഴിഞ്ഞ തവണ ഇവിടെ സംഘർഷമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. കമ്മീഷനോട് കോടതി നിയമിച്ചാലുള്ള ഉത്തരവ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കാണിക്കാൻ കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നു. ആ ഉത്തരവ് കാണിക്കാത്തതിനെ തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഈ ഉത്തരവുമായി ഇപ്പോൾ അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം. ഈ ഡെപ്യൂട്ടി കളക്ടർ 2 തവണ ഈ സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പിരിഞ്ഞു പോകില്ല, മരണം വരെ ഇവർ പോരാടും, ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പെരുമാവൂർ ASP ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ ഉത്തരവ്, കോടതി ഉത്തരവ് നടപ്പാക്കാതെ മടങ്ങാനാകില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ പോലീസിനെയും ഡെപ്യൂട്ടി കളക്ടറെയും അറിയിച്ചിട്ടുള്ളത്. 2 തവണ ഇവിടെ ഈ ചർച്ച നടത്തിയിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ ഈ പരാതിക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ചയിലൊന്നും ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ കമ്മീഷൻ, അഭിഭാഷക കമ്മീഷൻ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇവിടെ പ്രതിഷേധക്കാരും പ്രതിഷേധം നടത്തി മുന്നോട്ട് അവർ പോലീസിനെ തടഞ്ഞൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനിടയ്ക്ക് ഈ സമരക്കാരിൽ 2 പേർ കുഴിഞ്ഞു വീഴുകയും ചെയ്തു. ഏതായാലും ഈ പയ്യത്തുകാവ് കോളനി സെറ്റിൽമെന്റ് കോളനി ഒഴിപ്പിക്കാനുള്ള ശ്രമം 7ാം തവണയാണ് ഇത്തവണ നടക്കുന്നത്. മുമ്പ് പലതവണ 2023 മുതൽ പലതവണ അഭിഭാഷക കമ്മീഷൻ ഒഴിപ്പിക്കാനെത്തിയിരുന്നു. അന്നൊക്കെ നാട്ടുകാരുടെ പ്രതിഷേധത്തോടെ മടങ്ങുകയായിരുന്നു. പക്ഷേ ഇത്തവണ മടങ്ങില്ല എന്ന് തന്നെയാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. ഈ ഭൂമി ഒഴിപ്പിക്കുകയും കോടതി ഉത്തരവ് നടപ്പാക്കുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ആളുകളുടെ ഇടയിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത്. നിഷാദ്, നിതിൻ സേവ്യരാണ്.